നമസ്കാരം. തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാന സർക്കാരിന് കുറഞ്ഞ കാലങ്ങളായി അത്ര സമയം നല്ല ശരിയല്ല എന്ന തോന്നലിലേക്ക് എത്തുന്ന നിരവധി കാര്യങ്ങളാണ് ഈയിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ കോളേജിലെ ബിൽഡിംഗ് തകരുന്നു, അതിനിടയിൽപ്പെട്ട് പാവപ്പെട്ട ഒരു സ്ത്രീ മരിക്കുന്നു. തുടർന്ന് കൊല്ലത്തൊരു വിദ്യാർത്ഥി, മിഥുൻ എന്ന വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിക്കുന്നു. ഇപ്പോഴിതാ ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ സ്കൂളിൻ്റെ മേൽക്കൂര തകർന്നു വീണു. കാർത്തികപ്പള്ളി ഗവൺമെൻറ് UP സ്കൂളിൻ്റെ മേൽക്കൂരയാണ് കഴിഞ്ഞ ദിവസം തകർന്നു വീണത്. ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രമാണ് നമ്മുടെ കുട്ടികൾ രക്ഷപ്പെട്ടത്. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഇപ്പോഴും തുടരുകയാണ്. അതേസമയമാണ് മാധ്യമങ്ങളെ വിലക്കിക്കൊണ്ട് പ്രാദേശിക CPM നേതൃത്വം അവിടെ മാധ്യമ പ്രവർത്തകരെ തടഞ്ഞു വെക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമങ്ങളെയാണ് നിബു എന്ന പഞ്ചായത്ത് അംഗം, CPMന്റെ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകരെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിൽ മന്ത്രി V ശിവൻകുട്ടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മാധ്യമങ്ങളെ തടയേണ്ട കാര്യമില്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അന്വേഷിക്കട്ടെ എന്ന തണുപ്പൻ പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉയർന്നത്. അതായത് ഇത്തരം ആശുപത്രി കെട്ടിടങ്ങൾ തകരുന്ന വാർത്തകൾ, അല്ലെങ്കിൽ സ്കൂൾ കെട്ടിടങ്ങൾ തകരുന്ന വാർത്തകൾ, അല്ലെങ്കിൽ സ്കൂളിൽ വിദ്യാർത്ഥി സർക്കാരിൻ്റെ അനാസ്ഥയെ തുടർന്ന് മരിക്കുന്ന വാർത്തകളൊക്കെ തന്നെ തുടരെ വരുമ്പോൾ മാധ്യമങ്ങളെ അങ്ങ് വിലക്കി വായടപ്പിച്ചാൽ ഇതൊന്നും ജനങ്ങൾ അറിയില്ല എന്ന തരത്തിലേക്കാണോ CPM പ്രവർത്തകർ പോകുന്നത് എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പ്രാദേശികമായിട്ടുള്ള ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രാദേശിക നേതാക്കളുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത്തരം വാർത്തകൾ ജനങ്ങളെ അറിയിക്കാൻ രാത്രിയൊന്നോ പകലൊന്നോ വ്യത്യാസമില്ലാതെ പണിയെടുക്കുന്ന ആളുകളാണ് മാധ്യമ പ്രവർത്തകർ. അവർക്കിടയിൽ ചുരുക്കം ചിലർ ചില തെറ്റുകൾ വരുത്തുന്നതും സ്വാഭാവികമാണ്. എന്തായാലും എല്ലാവരെയും അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു മാധ്യമ വിലക്കൊന്നും CPM ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങളിലേക്കൊന്നും CPM പോകുന്നത് ശരിയല്ല. നമ്മുടെ കുട്ടികളുടെ ജീവന സുരക്ഷിതത്വം ഒരുക്കേണ്ടതും സംസ്ഥാന സർക്കാരിൻ്റെ വലിയൊരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൗതിക സാഹചര്യങ്ങൾ വിലയിരുത്തും, വിദ്യാഭ്യാസ വകുപ്പ് അതുമായി ബന്ധപ്പെട്ട സ്കൂളുകളിലെ ഭൗതിക സാഹചര്യങ്ങൾ വിലയിരുത്തും എന്നൊരു തീരുമാനവും ഈ ഘട്ടത്തിൽ എടുത്തിട്ടുണ്ട്. നല്ല തീരുമാനമാണ്. എന്തായാലും സ്കൂളുകളിലെത്തി നമ്മുടെ പഴയ കെട്ടിടങ്ങളൊക്കെ പരിശോധിച്ച് അത് സുരക്ഷിതമാണോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ഭൗതിക സാഹചര്യം അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. എന്തായാലും CPM പ്രാദേശിക പ്രവർത്തകരുടെ ഇത്തരം ഹുങ്ക് എന്തായാലും മാധ്യമങ്ങൾക്ക് നേരെ വേണ്ട എന്നേ പറയാനുള്ളൂ.